നമുക്കൊന്ന് ഹണ്ടിങ്ങിന് പോയാലോ? നേരിട്ട് തോക്കൊക്കെ ഉണ്ട് കേട്ടാ, പൊട്ടിച്ചളി കിട്ടോന്ന്. ചേട്ടാ തലേണ കേട്ടോളൂ. പാലക്കാട് വീട്ടിലെത്തിയിട്ടുണ്ട്. നിന്റെ നാട് എവിടെയാന്ന് പറഞ്ഞേ? ശരി, മലപ്പുറം സാർ. പാലക്കാട് സ്നേഹം അല്ലേ? നമ്മള് ശരി തണ്ണിമത്തൻ എന്നാ പറയണേ. കുമ്മട്ടിക്ക. ഓ, അടിപൊളി വലിയ പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. മെയിൻ ആളെത്തിന്ന്. മെയിൻ ആള് ഇവരാണ് മെയിൻ ആൾക്കാർ കേട്ടാ. സാറല്ലേ? എന്താ? അതെ അതെ, ശരി എന്നാ. ചെങ്ങായിയേ വണ്ടി കയറ്. ഡയലോഗിന് പഞ്ഞല്ലോ അവന്. സ്ഥലം കയറിക്കോ, അതായത് കയറിക്കോ. അതിൽ കയറാം. ആ, അങ്ങോട്ട് കയറിയോ? നിങ്ങളൊന്ന് കളിക്കടാ. എന്നാ ബാഗ് കുടിച്ചോ. ഓ പിന്നെ അതെ അതെ അതെ, വലിയ ആൾക്കാരൊക്കെ ഞങ്ങൾ ഫ്രണ്ടിൽ എടുത്തിട്ട് സെറ്റ്. ഇനിയൊരു മൂന്നാക്കൂടി കേരള സ്ഥലമുണ്ട്. നല്ല എത്തിക്ക മല്ലന്മാരോ 5 ആള് ഞങ്ങള്. ഇതില് നൈസായിട്ടിരിക്കും. ഞാൻ കിടന്നാ പോലും ഇവിടെ 4 ആൾക്ക് ഇരിക്കാം, അല്ല 3 ആൾക്ക് ഇരിക്കാം. അതെ, നമുക്കൊന്ന് ഹണ്ടിങ്ങിന് പോയാലോ? ശരിയല്ല, എന്ന് ഹണ്ടിന് പോവാ. ഇങ്ങനെ തോക്കൊക്കെ ഉണ്ട് കേട്ടാ, പൊട്ടിച്ചളി കിട്ടോന്ന്. ക്യാമറസ് ഒക്കെ സെറ്റ് ചെയ്തില്ല ഫ്രണ്ട് അല്ലേ? വേറൊന്നുണ്ട് ഷെഫീക്ക, എന്തിനാ അറിയോ? 1 മണിക്ക് ഫുഡ് കഴിക്കണം, 1:30 വീട്ടിൽ നിന്ന് ഇറങ്ങണം. വിട്ടോന്നാണ്. ഓ, അടിപൊളി വലിയ പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, കേരള ഭയങ്കര. ഓ, നിങ്ങൾ വലിയ പള്ളി കൊള്ളക്കാരാണ്. ഇവിടെ വന്നതിന് ശേഷം തുടങ്ങിയതാണ്. അതാ ഹായ്, മിസ്ന കളിക്കണ പോലത്തെ സാധനമൊക്കെ ഉണ്ട്. ചേട്ടാ തലേണ കേട്ടോളൂ. ചേട്ടാ തലേണ കേട്ടോളൂ. ആ, നമ്മുടെ കട വണ്ടി. എന്താ ഗൈസ്, ഇപ്പം നമ്മൾ പാലക്കാട് വീട്ടിലെത്തിയിട്ടുണ്ട്. നൈസ് സ്ഥലമുണ്ടോ അല്ലേ മിസ്സാ? ഇഷ്ടായില്ലേ? ഏതാന്ന് അറിയോ? ആലോചിച്ച് വരുമ്പത്തേക്ക് നീ കരയിപ്പിക്കണ്ടാ. നിങ്ങൾ ശാന്തനെ കുടിക്കുമെന്ന് ഇവിടെ വന്നതിന് ശേഷം തുടങ്ങിയതാണ്. അതാ അന്ന് കണ്ടു കഴിഞ്ഞപ്പോ വൈറ്റ് ചോക്ലേറ്റ് സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവരാൻ പറഞ്ഞായിരുന്നു. ഹായ്, മിസ്ന കളിക്കണ പോലത്തെ സാധനമൊക്കെ ഉണ്ട്. ഞാൻ മുഖം സൗണ്ട് ഒക്കെ അത് ശരിയാണ്. മാനല്ല മാൻ. ആ, വൈറ്റ് ചോക്ലേറ്റ് പറഞ്ഞു കൊടുത്ത എങ്ങനെ എടുക്കുന്നത്? ഇവനെ നെസ്ന പോയി ചോദിക്കാം, ഇവന് എന്താ കളിക്കാൻ വാങ്ങിക്കാം? വേറെ അതാണ്ടൊക്കെ ആദ്യം എടുത്ത് എന്നിട്ട് പറയും ഇവൻ ഇതൊക്കെ കളിച്ചു കൊടുങ്ങോ.
ഒന്നുണ്ടെങ്കിൽ സൗണ്ട് ഒക്കെ കേൾപ്പിക്കാനാവുമ്പോ ഉറക്കം വേണ്ടല്ലേ? എന്തെങ്കിലും ക്ലിപ്പാണോ? ഉറക്കം മൻ്റെ അതായിരിക്കും ഒരു ഷാറില്ലാത്തല്ലേ? സംഭവം നല്ല വൈബാണ് കേട്ടോ. നല്ല എനിക്ക് ഇഷ്ടമായി സ്ഥലം. നൈസ് അല്ലേ? സൈലന്റ് ഏരിയ അല്ലേ? ആൾക്കാർക്കും തിരക്കില്ല, ആൾക്കാർക്കും തിരക്കില്ല, വീടുകളിലും തിരക്കില്ല. ലണ്ടനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പക്ഷെ ലണ്ടന്റെ വൈബ് വേറെയാണ്. സെറ്റാക്കാം എല്ലാവരും കൂടി. ചോക്ലേറ്റ് കൊടുക്കണ്ട കേട്ടോ. ഷെഫീക്ക് അതെ നിനക്ക് സ്പെഷ്യൽ ചായ കൊണ്ടുവരണ്ടാ, നീ വാങ്ങിച്ചു കുടിക്ക്. അതെ അതെ പറഞ്ഞു വീഴ്പ്പിക്കണ്ട എന്നെ കൊണ്ട്. മാറ്റ് കേട്ടാ. ചായ ചായ അന്ന് സെറ്റ് ആയിരുന്നില്ല നിങ്ങള് അല്ലേ? ഇത് മറ്റാ അനീത്തിയാണോ? മറ്റേ ഈ പെണ്ണ് കാണാൻ വരുമ്പോ സാധനം കൊണ്ടുവരില്ലേ, അതേപോലെ. അതെ അതെ അതെ. ഏതാ? അത് കളഞ്ഞു. നമുക്ക് ഇവിടെയാണ് കിച്ചൺ. ഇതാണ് കിച്ചൺ. യെസ്, സെറ്റ്. ഇനി എന്ത് വേണം? ഓ ബാക്ക് യാർഡ് ഉണ്ട്. ഓ സെറ്റപ്പുകളൊക്കെ ഉണ്ടല്ലോ. ഇത് നമ്മൾ അവിടെ വാങ്ങിച്ച്. ഓക്കെ. എന്താ ഇതില് കെട്ടിക്കോട്ടെ. ഇബാൻ ആദ്യമായിട്ട് പരിചയപ്പെടാണ് നമ്മള്. ഒരു സംഘടന വീട്ടിലേക്ക് വാ. എന്നാ ഇപ്പൊ എത്രയാ വന്നിട്ട്? 1 month. പക്ഷെ അതൊരു സംഘടന വാ കേട്ടാ. ഇപ്പൊ വെയിലൊക്കെ വന്നോണ്ട് ബാക്കിൽ ഇങ്ങനെ വന്നിരിക്കാനൊക്കെ രസമായിരിക്കും അല്ലേ? ബാർബിക്യൂ. നൈസായിട്ട് ബാർബിക്യൂ ഒക്കെ അടിക്കാൻ പറ്റിയ വൈബ് രസമുണ്ട്. പിന്നെ റൂമുകളൊക്കെ മുകളിലേക്കാണ്. ഇവിടെ താഴെ ഹാളും കിച്ചണും എനിക്ക് തോന്നുന്നു ഒരു ടോയ്ലറ്റ് ഉണ്ട്. ഒരു വാഷ്റൂം താഴെ ഉണ്ടല്ലേ? ആ വാഷ്റൂം. ഓക്കെ. ഇത് നിങ്ങളുടെ നാട്ടിൽ ഇതെന്താ പറയണേ? മത്തക്ക അല്ലേ? നമുക്ക് മത്തക്ക, നമ്മള് ശരിക്കും തണ്ണിമത്തൻ എന്നാ പറയണേ നമ്മളെ നാട്ടിൽ എറണാകുളത്ത്. വേറെന്താ? അതെയാ വാട്ടർമെലൻ. കപ്ലങ്ങ ഇതല്ല, അത് പപ്പായ. ആ കപ്ലങ്ങ എന്ന് പറഞ്ഞ പപ്പായ. ഇതിന് ഞങ്ങളുടെ നാട്ടിൽ തണ്ണിമത്തൻ എന്ന് പറയാം. വേറെന്താ? കുമ്മട്ടിക്ക. കുമ്മട്ടിക്ക ജ്യൂസ്. ആ യെസ് 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 യെസ്. കുമ്മട്ടിക്ക ഇല്ല വേണോ? വേണോ? ശർക്കര വരട്ടീന്ന് എല്ലാവരും ഇവിടെ വർത്തമാനത്തിലാണ്. ഒരാള് നല്ല പോളിങ്. ഫുഡ് റെഡി ആയിട്ടുണ്ട്. നല്ല ബിരിയാണി. ഗണപതിനെ ആദ്യം ഇരുത്തി നമ്മള്. ഏതാ നിന്റെ നാട് എവിടെയാന്ന് പറഞ്ഞേ? എല്ലാരും മറ്റേ വാ വാ വാ. ഏതാ? അതങ്ങനെയാന്ന് വിചാരിച്ച് കഴിച്ചോളൂ.
ഇത് ഞങ്ങള് ബിരിയാണിയാണ് ഉദ്ദേശിച്ചേട്ടാ. പക്ഷെ അത് പറഞ്ഞതല്ല. എനിക്ക് ബിരിയാണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലബാറിന്റെ ബിരിയാണി എനിക്ക് ഇഷ്ടം. നിങ്ങളെന്താ പണിങ്ങിയിരിക്കുന്ന എല്ലാവരും ഇങ്ങനെ വട്ടത്തിരിക്കേ? ശരിയെന്നാ ശരി മലപ്പുറം സാർ പോളി കാതലിക്കാടെ സ്നേഹം അല്ലേ? മിസ്നാക്ക് മസാല കുറച്ച് മതി. മിസ്നാനെ ഒഴിവാക്കി. ചമ്മന്തി തീർന്നോണ്ട് മിസ്ന തീർന്നു നിന്റെ മാത്രമല്ലേ? അടിപൊളി. എക്സ്പ്രഷൻ പോട്ടെ മിസ്ന. ഡ്രൈവർ മെയിൻ ഡ്രൈവറാണ്. അപ്പൊ ഷറഫിന് വൈകിട്ട് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് ഷറഫ് നേരത്തെ ഇറങ്ങാട്ടോ. ബൈ ബൈ. കല്യാണം കഴിക്കാൻ പണ്ടി കേറെടുക്കാൻ ഉമ്മ പ്രത്യേകം പറഞ്ഞിട്ട് നല്ല പെണ്ണ് നോക്കണം. വേണ്ട അവൻ കേറണ്ട, ഞാൻ കേറണ്ട. ഞാനെല്ലാം ശരിക്കും അവളോട് ഓടിക്കണേന്ന് നോക്കാൻ വേണ്ടി. റൈസാത്ത നല്ലൊരു ഡ്രൈവറാണ് കേട്ടോ. അങ്ങനെ റൈസാത്ത മിസ്നാനെയും ഷറഫിനെയും കൂട്ടി നേരെ സ്റ്റേഷനിൽ പോയി ഷറഫിനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി. മെയിൻ ഡ്രൈവർ. അങ്ങനെ വലിയ താമസമില്ലാതെ ഞങ്ങൾക്കും പോകാനുള്ള ടൈമായിട്ടോ. ഇത് ഹിബാനെ നേരത്തെ പരിചയപ്പെട്ടല്ലോ. തൊട്ടടുത്ത് നിൽക്കുന്നതാണ് റൈബ. ഇത്താത്തയുടെ 2 അനിയത്തിമാരാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ യാത്ര തിരിച്ചു നേരെ സ്റ്റേഷനിലേക്ക്. അവിടെ നിന്ന് നേരെ ട്രെയിൻ കയറി നമ്മുടെ സ്വന്തം നാട്ടിലേക്ക്. കോൾച്ചെസ്റ്ററായി നമ്മുടെ സ്വന്തം നാട്. യാത്ര ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ഇഷ്ടമാണ് എല്ലാവർക്കും അല്ലേ? അപ്പോൾ പ്രത്യേകം നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളുടെ അടുത്തേക്ക് പോകുമ്പോൾ പ്രത്യേക ഒരു സ്നേഹവും സന്തോഷവുമാണ്. മറ്റൊരു വീഡിയോ കാണാം. വീണ്ടും ബൈ.